നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പോൾ KPCC 17 അംഗ കോർ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ഒരു കോർ കമ്മിറ്റിയിൽ AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയുള്ള ഒരു കമ്മിറ്റി രൂപീകരണമാണ്. ഒരു പക്ഷേ AK ആന്റണി ഉൾപ്പെടെ നമുക്കറിയാം, AK ആന്റണി അവസാനം പോലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ വളരെ ക്ഷീണിതനായിട്ടുള്ള ഒരവസ്ഥയിലാണ്. പക്ഷെ എന്തായിരിക്കും AK ആന്റണി ഈ ഒരു കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയത് കോൺഗ്രസ്? ഒരു പക്ഷേ യൂത്തിൻ്റെ ചില നീക്കങ്ങൾ ഒരു പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ അത്ര സ്വാധീനിക്കാൻ സാധിക്കില്ലേ എന്നുള്ള ഒരു പരാജയബോധം നേരത്തെ വന്നതാണോ? ഇനി അതോ നിലവിലുള്ള സാഹചര്യങ്ങളൊന്നും വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജയിക്കാൻ പറ്റില്ല എന്ന് കോൺഗ്രസ്സിന് ബോധ്യപ്പെട്ടത് കൊണ്ടാണോ ഇനി കുറച്ചുകൂടിയുള്ള പിണറായിയോടൊപ്പം പിടിച്ചു നിൽക്കത്തക്ക രീതിയിലുള്ള AK ആന്റണിയെ പോലുള്ളവരെ വീണ്ടും കൊണ്ടുവന്ന് ഒന്നുകൂടി ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുകയാണ്? ഒരു പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് വിജയിക്കാനാകുമോ? തീർച്ചയായിട്ടും ഈ പറഞ്ഞതിലൊക്കെ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് ഇപ്പോഴും ഒരു അനൈക്യത്തിലാണ് എന്നുള്ളതാണ്. ഓരോ നേതാക്കളുടെയും ഈഗോ കൊണ്ട് ഭരിക്കപ്പെടുന്ന ഒരു ഘടകമായിട്ട് KPCC മാറിയിരിക്കുന്നു. ഏറ്റവും അനുകൂലമായിട്ടുള്ള 2 സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത് ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കേരളത്തിൽ. ഒന്നാമത് പിണറായി ഭരണത്തിന് എതിരെയുള്ള ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ, അതായത് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിരുന്നു. അത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തത് ശബരിമലയിൽ നടന്ന തീവെട്ടിക്കൊള്ള, ദേവസ്വം ബോർഡെന്ന് പറയുന്ന കാർട്ടൽ നടത്തിയ തീവെട്ടിക്കൊള്ള, പരിശുദ്ധമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള പവിത്രമായിട്ടുള്ള അയ്യപ്പൻ്റെ ആസ്ഥാനത്ത് നിന്ന് ഭരണകൂടത്തിൻ്റെ സഹായത്തോടു കൂടി എന്ന് പകൽ പോലെ വെളിപ്പെടുന്ന ദേവസ്വം ബോർഡിൻ്റെ സഹായത്തോടെ നടന്ന ശ്രീകോവിലിനകത്ത് വെച്ച് നടന്ന ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്ന് മോഷണം, കൊള്ള. അതിനെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കീഴ്ശാന്തിയുടെ പരികർമ്മി തൊട്ട് ദേവസ്വം മന്ത്രി വരെയുള്ളവരുടെ ബന്ധം. മേർഡർ ഇൻ ദി കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട് TS എലിയറ്റിൻ്റെ ഒരു കൃതിയുണ്ട്. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒന്ന് കത്തീഡ്രലിനുള്ളിൽ വെച്ച് സംഭവിക്കുന്നു. ലണ്ടനിലെ കാര്യമാണ് അദ്ദേഹം എഴുതുന്നത്. എന്ന് പറയുന്ന മേർഡർ ഇൻ ദി കത്തീഡ്രൽ എന്ന് പറയുന്നില്ല, മേർഡർ ഇൻ ദി ടെമ്പിളാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ വിശ്വാസഗത്യ നടന്നിരിക്കുന്നത് വിശ്വാസഘാതകന്മാർ ചേർന്ന് നടത്തിയത്. സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി നടന്നതുപോലൊരു പ്രക്ഷോഭം നടത്തേണ്ട ഒന്നായിരുന്നു അത്. BJP പിന്നോട്ട് പോയി. ആ അവസരം മുതലെടുത്തുകൊണ്ട് സമാധാനത്തിൻ്റെ പാതയിലൂടെ ഏറ്റുമുട്ടലുകളില്ലാതെ നാമജപത്തോടുകൂടിയുള്ള യാത്രകൾ കൊണ്ട് അവിടെ ഒരു വലിയ വിജയം, അവിടെ ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത് അതിനകത്ത് യൂണീക്ക് സെല്ലിംഗ് പോയിൻ്റ് വേണം. നമ്മൾ മറ്റെല്ലാ ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നത് ഒരു യൂണീക്ക് സെല്ലിംഗ് പോയിൻ്റ് വേണം, USP എന്ന് പറയും. അവരുടെ ഒരു യൂണീക്ക് സെല്ലിംഗ് പോയിൻ്റ് ആക്കാവുന്ന ഒരു സാധനമാണ് ആയിരുന്നു അത് മുതലെടുത്തുകൊണ്ട് വിജയം നേടാമായിരുന്നു. നോക്കൂ, പിണറായി വിജയൻ എത്ര സമർത്ഥമായിട്ടാണ് ഈ യൂണീക്ക് സെല്ലിംഗ് പോയിൻറ്റുകൾ നടത്തുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ പട്ടിണി ഇല്ലായ്മ പ്രഖ്യാപനമെന്ന് പറയുന്ന അത്തരത്തിലൊന്നാണ്. അതിനെപ്പറ്റി പറയുന്നത് കട കാലിയാക്കൽ കച്ചവടം എന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. ജനങ്ങളെ ആകർഷിക്കും. 3 നടന്മാരെയും കൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾക്കത് വലിയ ഹരമാവും. മാത്രമല്ല, ഇത്രയേറെ വിഷയങ്ങൾ, ഇപ്പോൾ ശബരിമല വിഷയം, മകൾക്ക് മുഖ്യമന്ത്രിക്ക് ഇത്രയായിട്ടുള്ള വിഷയങ്ങൾ, PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള വിഷയങ്ങൾ, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ LDFന് വരുമ്പോഴെല്ലാം അവസാന അടവെന്നുള്ള രീതിയിലല്ലേ ഒരു ക്ഷേമ പെൻഷനും കുറച്ച് ആനുകൂല്യങ്ങളും ഒക്കെ പ്രഖ്യാപിച്ച് അതിൽ മുങ്ങിപ്പോയില്ലേ മലയാളികൾ? അപ്പോൾ ഇതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ? ഒരു പക്ഷേ ക്ഷേമ പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വീട്ടമ്മമാർ, വിധവകൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രായമായ സ്ത്രീകൾ, ഇപ്പൊ ഇവർക്കൊക്കെ ഇത് കിട്ടുമ്പോൾ ശരിക്കും അത് പിണറായിയുടെ തന്ത്രമല്ലേ? ഇത്ര ലക്ഷം ജനങ്ങൾ അല്ലേ, ഏകദേശം എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഈ ഒരു പെൻഷൻ എല്ലാം കൂടെ വാങ്ങിച്ചെടുക്കണം 1 കോടിയിലധികം വോട്ടുകളല്ലേ CPMന്റെ ഇതിലോട്ട് വരുന്നത്. അതൊരു തന്ത്രം തന്നെയല്ലേ? അതിൽ നിന്ന് ഇനിയും പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ നമുക്കറിയാം, അവർക്ക് ഈ വലിയ രാഷ്ട്രീയ തന്ത്രങ്ങളോ ഒന്നും അറിയില്ല. അവർക്ക് ഈ 2000 ഇപ്പോൾ ഒരുമിച്ച് 3800 രൂപ കിട്ടുകയാണ്. ഇനി ഒരു 2-3 മാസം കൊടുക്കത്തില്ല. എല്ലാം കൂടെ ചിലപ്പോൾ അവസാനം ഒരു 16,000 രൂപയായിട്ട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ട് 1 മാസം 2-3 ആഴ്ച മുമ്പ് കിട്ടും. ഈ പൈസ കിട്ടുമ്പോൾ
LDF സർക്കാർ. അവർക്ക് കുത്തിയ ഇതേപോലെ എൻ്റെ വീട്ടിലെ, കാരണം പാവങ്ങളായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അവർക്കതൊരു വലിയ എമൗണ്ടാണ്. 6000 7000 ഒക്കെ ഒരുമിച്ച് കിട്ടുമെന്ന് പറയുന്നത്. 2-3 മാസം കൊടുക്കുന്ന എന്നുള്ള ചിന്ത പോകത്തില്ല. നമുക്ക് ഒരുമിച്ച് ഒരു പൈസ വരുമ്പോൾ ആ പണത്തിലേക്കേ ഉള്ളൂ ഒരു കണ്ണ് വരുന്നത് സ്ത്രീകൾക്ക്. അപ്പോൾ അത്തരത്തിൽ ഒരു വോട്ട് ഒരു പക്ഷേ ഭർത്താവ് പോലും പറഞ്ഞാൽ പോലും കേൾക്കാതെ ചിലപ്പോൾ സ്ത്രീകൾ കൊണ്ടുവന്ന് LDFന് തന്നെ കുത്തിയെന്ന്. ഇത് ശരിക്കും ഒരു തന്ത്രം തന്നെയല്ലേ? ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാൻ കോൺഗ്രസിനാവും? ഈ ഓട്ട മത്സരത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ അവസാനത്തെ ലാസ്റ്റ് മൈലിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ലെഗിൽ എവിടെ നിൽക്കുന്നു, എങ്ങനെ സ്പീഡ് കൂട്ടുന്നു എന്നുള്ളതാണ്. തളരാതെ സ്റ്റാമിനയോട് കൂടി അവസാനത്തെ ലാപ്പിൽ നമ്മൾ മുന്നേറുമ്പോഴാണ് നമ്മൾ വിജയിയായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും. നമ്മൾ ഈ 5 വർഷത്തെ ഭരണത്തിനിടയിൽ നേരത്തെ നടത്തിയതൊന്നും പ്രസക്തമായില്ല. തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനം എന്താണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റിന് ആദ്യം മുതൽ അവസാനം വരെ റിപ്പീറ്റ് അടിച്ച് മാസങ്ങളോളം എടുത്ത് പഠിച്ചാലും ആ പരീക്ഷയ്ക്ക് കയറുന്നതിന് തൊട്ട് 5 മിനിറ്റ് മുമ്പുള്ളതായിരിക്കും ചിലപ്പോൾ. 5 മിനിറ്റ് മുമ്പ് പഠിക്കരുത് പരീക്ഷ, നമ്മുടെ കോൺസെൻട്രേഷൻ മുഴുവൻ പോകും. ഒരു വെപ്രാളവും കയറി 10 മിനിറ്റ് മുമ്പ് പഠനം നിർത്തണം. പക്ഷേ തലേ ദിവസം നമ്മൾ പഠിക്കുന്നതായിരിക്കും ഓർമ്മയിൽ കത്തി നിൽക്കുക. അതെ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഈ ലാസ്റ്റ് ലെഗിൽ കൊണ്ടുപോയിട്ട് ഈ പരിപാടികൾ 3 നടന്മാരെ കൊണ്ടുവരുന്നു. അതുപോലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നു. യാതൊന്നും പെൻഡിങ് ഇല്ലാത്ത വിധം 10,000 കോടി രൂപ. അതുവരെ പൈസ ഇല്ല, കേന്ദ്രം തന്നില്ല എന്ന് വടക്കു നോക്കി യന്ത്രം പോലെ മന്ത്രിച്ചു കൊണ്ടിരുന്ന ബാലഗോപാൽ പണം ഉണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു സിനർജി, ഒരു ഇക്കോ സിസ്റ്റം, ഒരു ആംബിയൻസ്, ഒരു വൈബ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലൊരു വൈബ് സൃഷ്ടിക്കാൻ ഇദ്ദേഹം വളരെ സമർത്ഥനാണ്. കോൺഗ്രസ്സോ എന്താ രാഹുൽ ഗാന്ധി ഏറ്റവും ഓടി പറഞ്ഞത്? മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജയിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര നിരാശനായിരിക്കുന്നു. അദ്ദേഹത്തിനോ കഴിവില്ല ഇവരെ നിയന്ത്രിക്കാൻ. അതിനാണ് അദ്ദേഹം KC വേണുഗോപാലിനെ ഇങ്ങോട്ട് കാര്യങ്ങളിലെല്ലാം ഒന്ന് ഇടപെടാൻ വേണ്ടി വിട്ടത്. എന്തായി? അത് കൂടുതൽ വഷളായിട്ട് തീർന്നു. അതോടുകൂടി ഇപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ട് മാറുക. പണ്ട് കരുണാകരനും AK ആൻ്റണിയും കൂടി മത്സരിച്ചിരുന്നപ്പോൾ 2 ഗ്രൂപ്പേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ട് മാറിയിരിക്കുക. അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഷാനിമോൾ ഉസ്മാനിനെയും കൂടി ഇതിലെടുത്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മുടെ AK ആൻ്റണി എന്ന് പറഞ്ഞ വിശ്രമിക്കാൻ വേണ്ടി ഇരുന്ന പാവത്തിനെ വിളിച്ചിട്ട് ഈ 17 അംഗ ഗ്രൂപ്പിൽ പെടുത്തിയിരിക്കുന്നതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക കോർ കമ്മിറ്റി ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 17 അംഗം. അതിൽ AK ആൻ്റണിയാണ് ഇതിനെ നയിക്കുന്നത്. അപ്പോൾ ഈ AK ആൻ്റണി എന്ന് പറയുന്ന ആൾ ഡൽഹിയിൽ നിന്ന് വിശ്രമം എടുക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചു വിളിക്കാനുണ്ടായ ചേതോവികാരം എന്താണ്? ഒരു രാഷ്ട്രീയ ഒരു നിരീക്ഷക എന്നുള്ള നിലയിൽ എന്താണ് കരുതുന്നത്? തീർച്ചയായിട്ടും AK ആൻ്റണി ഒരു ചാണക്യൻ തന്നെയാണെന്ന് പറയും. ഇപ്പൊ സുധാകരൻ പിണറായിക്കൊപ്പം ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മുതിർന്ന നേതാവാണ് സുധാകരനും. അതോടൊപ്പം തന്നെ ഒരു ചാണക്യൻ രാഷ്ട്രീയത്തിലെ എന്ന് ചോദിച്ച AK ആൻ്റണി. ഈ 2 മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ അതിനോടൊപ്പം വരുന്ന ഇപ്പം മുരളീധരനൊക്കെ ആയാലും ഇത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ വരുമ്പോൾ ഒരുപക്ഷെ LDFനെ തകർക്കാനുള്ള പല കുബുദ്ധികളും ഇവർക്കേ അറിയത്തുള്ളൂ. ഇവരെയൊക്കെ പയറ്റി തെളിഞ്ഞിട്ടുള്ളത് ഇവരൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരുപക്ഷെ യൂത്തിന്റെ കൈകളിൽ സതീശന്റെയോ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും ഒരുപക്ഷെ പിണറായി LDF സർക്കാരിനോട് എത്രമാത്രം പോരാടാൻ പറ്റുമെന്നുള്ള അറിയില്ല. അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരു ബുദ്ധി, രാഷ്ട്രീയ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പിൽ പല രീതിയിൽ പല പ്രതിഷേധങ്ങൾ അവർക്ക് ആവശ്യമുണ്ട്, പല മീറ്റിങ്ങുകൾ ആവശ്യമുണ്ട്, അടിത്തട്ടിലെ പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്, അടിത്തട്ടിലെ ഏകോപനം ആവശ്യമുണ്ട്, നേതൃത്വം ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒരു പ്രവൃത്തി പരിചയമുള്ള തഴക്കവും പഴക്കവും ചെന്ന മുതിർന്ന നേതാക്കളെ ഇപ്പോൾ കോൺഗ്രസിന് ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ടായിരിക്കും ഒരു കോർ കമ്മിറ്റി എന്നുള്ള രീതി രൂപീകരിച്ചത്. മാത്രമല്ല യൂത്ത് കോൺഗ്രസ് വളരെയധികം വന്നുകൊണ്ടിരുന്നേ ഒരു ജനങ്ങളുടെ ഇടയിൽ അവർക്ക് വല്ലാത്തൊരു പ്രഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ അടിച്ച് നിരപ്പാക്കി കളഞ്ഞു ഈ മുതിർന്ന നേതാക്കൾ ചേർന്ന്. രാഹുൽ, ഷാഫി, ഈ പറയുന്ന അവരുടെ ആ ഒരു വിങ്ങിനെ അടിച്ച് നിരപ്പ്. ഒരു പക്ഷെ അവർ ആ പഴയ പ്രഭാവത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ കുറെ കൂടെയൊക്കെ തെരഞ്ഞെടുപ്പിന് ഒരു ഓളം ഉണ്ടായിരുന്നു. പക്ഷെ അവരെ അടിച്ച് കമത്തി ഇട്ടപ്പോഴാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് ഒരു ബോധ്യം വന്നത്. അത് വേണ്ടായിരുന്നു, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലെങ്കിലും തോറ്റുപോയി കഴിഞ്ഞാൽ നാണക്കേടാണെന്ന്. ഇതൊരു മുഖ്യമന്ത്രി പദം വേണം അല്ലെങ്കിൽ അധികാര കസേരകൾ വേണം എന്നുള്ള വാക്പോരിൽ, പരസ്പരമുള്ള വാക്പോരിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ പാർട്ടി അവർ മറന്നുപോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യൂത്തിനെയും കൂടെ ചേർത്ത് നിർത്തി ഇവരൊരു ആഞ്ഞ് ശ്രമിച്ചാൽ LDFനെ വിജയിക്കും. കാരണം ഈ അവസാന നിമിഷമാണ് ഈ ഗോൾ എറിയുന്ന തരത്തിലാണ് പിണറായി ഈ ക്ഷേമ പെൻഷൻ. ഇതിൽ ജനം പ്രത്യേകിച്ച് സ്ത്രീകൾ മുങ്ങിയിരിക്കുകയാണ്. പിന്നെ ഈ പറയുന്നത് പോലെ ശബരിമല വിഷയം മുക്കി
ഈ ക്ഷേമ പെൻഷൻ വന്നതോടെ ശബരിമല വിഷയം പറയുന്നുണ്ടോ? മകന്റെ കേസോ മകളുടെ കേസോ എന്തെങ്കിലും വിഷയങ്ങൾ ഇപ്പോൾ പൊന്തി വരുന്നുണ്ടോ? PM ശ്രീ പോലും മുങ്ങിപ്പോയി. അപ്പൊ ഇതിലൊക്കെ പിടിച്ചു കയറിയ പ്രതിപക്ഷത്തിന് ക്ഷേമ പെൻഷൻ വന്നപ്പോഴത്തേനും ഒരുപക്ഷെ പ്രതിപക്ഷം പോലും അന്താളിച്ചു ഇത് എങ്ങനെ കൊടുക്കാൻ പറ്റും പിണറായി വിജയൻ എന്നുള്ളത്. അപ്പോൾ പിണറായി വിജയൻ അവസാന ഘട്ടത്തിൽ ഇനിയും അടവുകൾ എടുത്തേക്ക് അതിനെയൊക്കെ മറികടക്കാൻ ഒരുപക്ഷെ മുതിർന്ന നേതാക്കൾക്ക് കഴിയൂ എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. AK ആന്റണിയെ വിശ്രമിപ്പിക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ നേതൃത്വം വെച്ചുകൊണ്ട് കോൺഗ്രസിന് ജയിക്കാനാവില്ല എന്നുള്ള ശരിയായിട്ടുള്ള ഉപദേശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആന്റണിയിലേക്ക് തിരിഞ്ഞു പോകുന്നത്. സാധാരണഗതിയിലുള്ള ഇങ്ങനെയുള്ള നേതാക്കന്മാരെ തിരിച്ചു വിളിക്കാറില്ല ഒരിക്കലും രാഹുൽ ഗാന്ധി. ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ AK ആന്റണി എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചറാണ്. രഞ്ജിനി പറഞ്ഞതുപോലെ രണ്ടെണ്ണ അത് പണ്ടേ തുടങ്ങിയതാണ്. ഈ വാർത്താ സമ്മേളനത്തിൽ പോലെ അദ്ദേഹത്തിന്റെ ആ ഷാർപ്പ് മൈൻഡ് ഞാൻ കണ്ടതാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഇടയിലുള്ള ചോദ്യങ്ങളുടെ മുന്നിലേ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന AK ആന്റണിയെ കണ്ടതാണ്. ഞാൻ വിചാരിച്ചു പാവം അദ്ദേഹത്തിനോട് ഇത്രയും കടുപ്പം വേണ്ടായിരുന്നു. മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രായത്തെയും ശാരീരിക ബുദ്ധിമുട്ടിനെയൊക്കെ മാനിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കണമല്ലോ. ഇതില്ല കടിച്ചു പിടിച്ച് മറ്റുള്ള മന്ത്രിമാരുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്ന് അവിടുന്ന് വരുന്നു ഒന്ന് ഇവിടെ. അദ്ദേഹം പ്രായമേറിയ മനുഷ്യനല്ലോ. ഒരാൾ ചോദിച്ച് സമാധാനം കൊടുത്ത് അടുത്ത ശ്വാസം വിടാനുള്ള ഇത് കൊടുക്കണ്ടേ. പക്ഷെ അതിനൊക്കെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ ഇന്നത്തെ പ്രായത്തിലും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് തന്ത്രശാലിയാണ്. ഉദാഹരണത്തിന് KSU കാലം മുതലേ തുടങ്ങിയതാണ് രണ്ടെണ്ണ സമരം. KSUവിനെ ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയാക്കി മാറ്റിയ ഒരു സംഭവമാണത്. അതുപോലെ അദ്ദേഹം തീരദേശത്തു കൂടി ചാരായ നിരോധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടത്തിയ ആ ജൈത്രയാത്ര അത് പൂർണ്ണമായും സഫലമായില്ലെങ്കിലും തീരദേശത്തെ സ്ത്രീകൾക്കിടയിൽ അദ്ദേഹത്തെ ഒരു ആരാധ്യ പുരുഷനാക്കി മാറ്റിയ ഒരു സംഭവമാണ്. അതുപോലെയുള്ള കളികൾ കളിക്കാൻ സമർത്ഥനായിട്ടൊരു വ്യക്തിയാണ് AK ആന്റണി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റൊരു വാർത്തയും കൂടെ, അത് ചെറിയൊരു സോഷ്യൽ മീഡിയയിൽ 1-2 പേര് ഇടുന്ന കമന്റുകളാണ്. അതിനകത്ത് വന്നത് AK ആന്റണി ഒരു 2-3 മാസം മുഖ്യമന്ത്രി എന്നൊരു പദത്തിലേക്ക് വെച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹത്തിനെ വിരമിപ്പിച്ചുകൊണ്ട് അടുത്ത KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും എന്നുള്ള, കാരണം AK ആന്റണി മുഖ്യമന്ത്രിയാക്കുമെന്ന് പുറമെ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രചാരണം നടത്തി. പക്ഷെ അതൊരിക്കലും ഇല്ല, കാരണം ജനത്തിനറിയാം അദ്ദേഹത്തിന് ഒട്ടും വയ്യ എന്നുള്ളതറിയാം. അദ്ദേഹത്തിനെ മുൻനിർത്തിക്കൊണ്ട് കളിക്കുക എന്നുള്ളതായിരിക്കാം. മുഖ്യമന്ത്രി സ്ഥാനമല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞു കൊടുക്കും എങ്ങനെ വേണം പിണറായിയെ നേരിടാനുള്ള തന്ത്രം. കുശാഗ്ര ബുദ്ധിയായിട്ടുള്ള ഈ AK ആന്റണിക്ക് നന്നായിട്ടറിയാം. ഇപ്പം മല്ലികാർജുൻ ഖാർഗെ തന്നെ പറഞ്ഞിരിക്കുന്നത്, ACC പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ പ്രാവശ്യം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം KC വേണുഗോപാൽ അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. KC വേണുഗോപാൽ കേരളത്തിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ കൂടുതൽ ആക്റ്റീവ് ആവാൻ കാരണം എല്ലാം പരാജയപ്പെട്ടു. സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ വെച്ചല്ലോ. ഞാൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു കഴിവുകെട്ട KPCC പ്രസിഡൻ്റായി അദ്ദേഹം ഇപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റുമാരെ ആണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറഞ്ഞു തുടങ്ങി. അന്ന് കുറേ കോൺഗ്രസിൻ്റെ നിരീക്ഷകന്മാരെല്ലാം കൂടെ വന്നിട്ട് ഇയാൾ വന്ന സുധാകരൻ പോയ ഒരു കുഴപ്പമില്ല, കുഴപ്പമുണ്ടായി, വലിയ കുഴപ്പങ്ങളുണ്ടായി. അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ VM സുധീരൻ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ K മുരളീധരൻ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. അതുപോലെ രമേശ് ചെന്നിത്തല മറ്റൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഓരോ നേതാക്കന്മാരും ചാണ്ടിയുമ്മൻ പോലും ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന തമ്മിലടിയുടെ ഒരു ഗ്രൂപ്പായിട്ട് പണ്ടെങ്ങും ഇല്ലാത്ത വിധമുള്ള അച്ചടക്കമില്ലായ്മ കോൺഗ്രസ്സിൽ വന്നിരിക്കുന്നു. ആരുടെ നേതൃത്വത്തിലാണ്? സണ്ണി ജോസഫാണ് ഭരിക്കുന്നത്. പ്രതിപക്ഷ നേതാവായ VD സതീശൻ, അദ്ദേഹം ഒരു ഒറ്റയാൾ പട്ടാളമായി നിൽക്കുന്നു. അദ്ദേഹത്തിന് സപ്പോർട്ട് തന്നിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡായിട്ട് തന്നെ നിൽക്കുക. അവർക്ക് അതിൻ്റെ നേതൃത്വം നൽകാൻ ഒരു പ്രതിപക്ഷ നേതാവില്ലാത്തൊരവസ്ഥ. ആകെ കൂടെ കലുഷിതമാണ്, വളരെ ഡെസ്പാണ് രാഹുൽ ഗാന്ധി. അതിൻ്റെ ഫലമായിട്ടാണ് AK ആന്റണിയെ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കോർ കമ്മിറ്റി ഇപ്പോൾ 17 അംഗ കമ്മിറ്റി ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷ് ഇതിനകത്തുണ്ട്. സുധാകരനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നല്ല കാര്യമാണ്. അതുപോലെ മുരളീധരനുണ്ട്. ഓരോരോ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നവരെ ഒരുമിച്ച് നിർത്തുക എന്നുള്ള, ഇവരെ ഒരുമിപ്പിക്കാൻ കഴിവുള്ള രഞ്ജിനിയുടെ കാര്യമല്ല, രഞ്ജിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് AK ആന്റണി. അതാണ് അദ്ദേഹം സമവായത്തിനും അങ്ങനെയുള്ള അനുരഞ്ജനത്തിനും പറ്റിയ ഒരാളും കൂടിയാണ് AK ആന്റണി. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഇവരെല്ലാം ഒന്ന് ഒന്നിപ്പിക്കാനുള്ള ശ്രമം. അതൊരു നല്ല ശ്രമമാണ്. അത് വിജയിക്കുന്നെങ്കിൽ കോൺഗ്രസ് ഇനിയും സമയമുണ്ട് ഒരു തിരിച്ചുവരവിന്. അതുപോലെ മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, AP അനിൽകുമാറുണ്ട്, PC വിഷ്ണുനാഥുണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ ഷാഫി പറമ്പിലും അതിനകത്തുണ്ട്.
അടൂർ പ്രകാശ് UDF കൺവീനർ എന്നുള്ള നിലയിലും അദ്ദേഹം ഉണ്ട്. ഇവർക്കൊന്നും ശരിക്കും ഇപ്പോൾ ശോഭിക്കാൻ കഴിയുന്നില്ല. ഒരു അഭിപ്രായം പറഞ്ഞാൽ ഏതൊരു അഭിപ്രായം അപ്പുറത്തൊന്നും മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വരുന്ന മാധ്യമങ്ങൾക്കൊക്കെ അങ്ങ് ബൈറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. വിടുവായുധം പറയുക എന്നുള്ളത്, ഒന്ന് പഠിച്ചു പറയുകയോ അല്ലെങ്കിൽ പക്ഷെ പ്രത്യേകിച്ച് മാധ്യമങ്ങളെ കുറേയൊക്കെ അകറ്റി നിർത്തുക. ഒരു നേതൃത്വം ആരാണോ ഇത് ഭരിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഇതിന്റെ അധ്യക്ഷനായിട്ടോ ഒരാൾ ഇതിന്റെ കാര്യങ്ങൾ പറയുക, കൃത്യമായിട്ട് വാർത്താ സമ്മേളനം നടത്തുക. ഇപ്പൊ CPM നോക്കൂ, BJP നോക്കൂ, എല്ലാവരും കൂടെ വാദോരിയിട്ടല്ലല്ലോ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചത് വേറെ തെറ്റായ രീതിയിൽ, ഒന്നാമതേ ഇതിനകത്ത് ആ തല്ല് വലിയ പോരാണെന്നുള്ള രീതി കൊടുക്കുന്ന ഇപ്പൊ പറഞ്ഞ 1000 നാവുള്ള അനന്തനെ പോലെയാണ്. മാത്രമല്ല, ഈ കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിൽ തന്നെ കോൺഗ്രസിന് പാരകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ വരുന്ന പേഴ്സണൽ മെസ്സേജുകൾ പോലും എടുത്ത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പ്രവണത. അപ്പൊ ഇത്തരത്തിലുള്ളവരെയൊക്കെ ഈ കലങ്ങി കിടക്കുന്ന വെള്ളത്തെ ഒന്ന് കലക്കി ഒന്ന് നേരെയാക്കി തെളിഞ്ഞ വെള്ളമായിട്ട് മാറ്റണം എന്നുള്ളതാണ് ഒരു പക്ഷേ കലക്കിയ തെളിഞ്ഞ വെള്ളമാകത്തില്ല, തെളിഞ്ഞ വെള്ളത്തെ കലക്കി. അതാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? കെ സുധാകരൻ പോയതോടു കൂടിയാണ് കൂടുതൽ കലങ്ങാൻ തുടങ്ങിയത്. അത് ഞാൻ മനസ്സിലാക്കുന്ന ദീപാദാസ് മുൻഷി ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരാണ് ഈ കുഴപ്പം ഉണ്ടാക്കി വെച്ചത്. ശരിക്കും AK ആൻ്റണി അതിന് പകരം ഇരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കലക്കൽ ഉണ്ടാവുകയില്ലായിരുന്നു, ചെളിവാരി എറിയലും ഉണ്ടാവില്ലായിരുന്നു.